ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള 10 മത ബുക്കുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 ദ മനുസ്മൃതി. അതിപ്രാചീന കാലത്ത് ഭാരതത്തിന് ചില സ്ഥലങ്ങളിൽ വ്യവഹാര നിർണയത്തിന് പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു പുരാതന നിയമ ഗ്രന്ഥമായിരുന്നു മനുസ്മൃതി. ഭൃഗു മഹർഷിയുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് മനുസ്മൃതിയുടെ രചയിതാവ് എന്നറിയപ്പെടുന്നു. ആദിമ മനുഷ്യൻ എന്ന ഹിന്ദു വിശ്വാസികൾ കരുതുന്ന മനുവിന്റെ പേരിലാണ് മനുസ്മൃതി അറിയപ്പെടുന്നത്. നമ്പർ 9 നാരദ ഭക്തി സൂത്ര. നാരദ മഹർഷി എഴുതിയതായി അറിയപ്പെടുന്ന 84 സൂത്രങ്ങൾ അടങ്ങിയ ഒരു ക്ലാസിക് സംസ്കൃത ഗ്രന്ഥം ഭക്തിയുടെയും സ്വഭാവത്തെയും പാതയെയും, അതായത് ദൈവത്തോടുള്ള നിസ്വാർത്ഥവും ഭക്തിപരവുമായ സ്നേഹത്തെയും വിശദീകരിക്കുന്നു. ദിവ്യ സ്നേഹത്തിന്റെ വിവിധ വശങ്ങൾ എങ്ങനെ വികസിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമ്പർ 8 ബയോഗ്രഫി ഓഫ് ആദി ശങ്കരാചാര്യ. ഒരു ഇന്ത്യൻ വേദ പണ്ഡിതനും തത്വചിന്തകനും അദ്വൈത വേദാന്തത്തിന്റെ അധ്യാപകനുമായിരുന്നു ഇദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ തത്വചിന്തകനായി അദ്ദേഹം പലപ്പോഴും ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ശങ്കരന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ വിരളമാണ്. നമ്പർ 7 ശ്രീരാമചരിതമാനസ ഓഫ് തുളസീദാസ്. ആദ്യ കവി വാൽമീകിയെ ഉപജീവിച്ച് ഭാരതത്തിലെ മിക്ക ഭാഷകളിലും രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മലയാളത്തിൽ തുഞ്ചത്താചാര്യൻ രചിച്ചിട്ടുള്ള രാമായണവും തമിഴിൽ കമ്പർ രചിച്ചിട്ടുള്ള രാമായണങ്ങളും പ്രസിദ്ധങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി പ്രചുര പ്രചാരവും പ്രാധാന്യമുള്ളതുമാണ് ശ്രീ ഗോസ്വാമി തുളസീദാസിന്റെ ഹിന്ദിയിലുള്ള രാമായണം. നമ്പർ 6 ശ്രീമദ് ദേവി ഭഗവത് പൂർണ്ണ. ശാക്തേയ സമ്പ്രദായത്തിലെ ഒരു ശ്രദ്ധേയമായ പുരാണമാണ് ദേവി ഭാഗവതം. ആദിപരാശക്തിയായും ഭഗവതിയുടെ 3 ഭാവങ്ങളെയുമാണ് ഇതിൽ വർണ്ണിക്കുന്നത്. നമ്പർ 5 ശിവപൂർണ്ണ. ഹിന്ദു മതത്തിലെ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ പുരാണ വിഭാഗത്തിലെ 18 പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇത്. കൂടാതെ ശൈവമത സാഹിത്യ കോർപ്സിന്റെ ഭാഗവുമാണ്. ഇത് പ്രധാനമായും ഹിന്ദു ദൈവമായ ശിവനെയും പാർവതി ദേവിയെയും ചുറ്റിപ്പറ്റിയാണ്. പക്ഷെ എല്ലാ ദൈവങ്ങളെയും പരാമർശിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമ്പർ 4 ഗീത. ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിന്റെ ഭാഗമായ ആത്മചാനയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാന്റെ ഗീതം. ഹൈന്ദവരുടെ ഒരു പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണിത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശ മണ്ഡലങ്ങളും ഇവയോരോന്നിനും 6 അധ്യായവും വീതമാണ് ഗീതയിലുള്ളത്. നമ്പർ 3 ശ്രീമദ് ഭഗവത്ഗീത. ഭാരതത്തിലെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ശ്രീ മഹാഭാഗവതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം. 18 പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മഹാഭഗവാന്റെ കഥയാണ് മഹാഭാഗവതം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വിവിധ അവതാര കഥകളിലൂടെയും ഭക്തന്മാരുടെ കഥകളിലൂടെയും ഭാഗവതം ലളിതമായി തത്വജ്ഞാനം വെളിവാക്കി തരുന്നു. നമ്പർ 2 മഹാഭാരത്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം. മഹാഭാരതം ഇതിഹാസവും രാമായണം ആഖ്യാനവും എന്നൊരു വേർതിരിവും വേദകാലത്ത് നിലനിന്നിരുന്നു. വേദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന ശങ്കരാചാര്യരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മഹാഭാരതത്തെ പഞ്ചമവേദം എന്നും വിളിക്കുന്നു. നമ്പർ 1 രാമായണം. ഭാരതത്തിന് സംഭാവനയായ 2 ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം. രാമന്റെ യാത്ര എന്നാണ് അതിനർത്ഥം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് ആദിമ കാവ്യം എന്നറിയപ്പെടുന്നു. വാൽമീകി രാമായണം രാമകഥയുടെ ഏറ്റവും പ്രാചീനമായ രൂപമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.